നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാരിനെയും പോലീസിനെയും കൊഞ്ഞണം കുത്തുകയാണ് ബോബി ചെമ്മണ്ണൂർ. ജയിൽ എന്തോ തറവാട് പോലെയാണ് ബോച്ചയ്ക്കിപ്പോൾ. ജയിലിൽ കഴിഞ്ഞതിനെ കൊട്ടിഘോഷിക്കുകയും ജയിൽ പുള്ളികളോടൊക്കെ തന്നെ കുശലം പറഞ്ഞും ജയിൽ ഫുഡ് അടിച്ചും എല്ലാം നല്ല ഒന്നാം തരം രീതികൾ എന്ന് പറയുകയാണ് ബോബി ചെമ്മണ്ണൂർ. എന്നെ ഇവിടെ കൊണ്ടിട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഞാൻ ഇതൊക്കെ കൂളായി അങ്ങ് ഏറ്റെടുക്കും എന്നുള്ള ആ ഒരു രീതി. അതായത് ഈ പണത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ കൊഴുപ്പ് ഇതുവരെ ബോബി ചെമ്മണ്ണൂരിന് അങ്ങോട്ട് മാറിയിട്ടില്ല. കഴിഞ്ഞ 4 ദിവസമായി ജയിലിലാണല്ലോ ബോബി ചെമ്മണ്ണൂർ. ഇതിനോടകം ജയിൽ ജീവിതത്തോട് അങ്ങ് പൊരുത്തപ്പെട്ടിട്ടുണ്ട് ആശാൻ. ജയിൽ ഭക്ഷണങ്ങളും ആസ്വദിച്ചു തുടങ്ങി. ജയിലിലെ ചോറും ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ തന്നെയാണ് ഭക്ഷണം. ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടനും ചോറുമായിരുന്നു ജയിൽ മെനുവിൽ ഉണ്ടായിരുന്നത്. അതും വെട്ടിവിഴുങ്ങി. അതുകൊണ്ട് തന്നെ മട്ടൻ കറിയും കഴിക്കാൻ സാധിച്ചു എന്നൊക്കെ അന്തേവാസികളോട് വലിയ ആവേശവും ഒക്കെയാണ് ബോച്ചയ്ക്കുള്ളത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മീൻകറിയും കിട്ടും. പക്ഷേ ഇന്നൊരു ദിവസത്തെ മീൻകറി മാത്രമേ ഇനിയിപ്പോൾ ബോച്ചയ്ക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇനി മീൻകറി കൂട്ടി ഭക്ഷണം കഴിച്ച് അതിൻ്റെയും രുചി അറിഞ്ഞിട്ട് അതിൻ്റെയും കഥകൾ പുറത്തിറങ്ങി വിളമ്പാൻ എന്നുള്ള ആവേശത്തിലാണ് ബോബി ചെമ്മണ്ണൂരുള്ളത്. മരുന്നെല്ലാം കൃത്യമായി തന്നെ ബോബി ചെമ്മണ്ണൂർ കഴിക്കുന്നുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും പരിഭവം പറയാതെയാണ് അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതമെന്ന്. പായയും പുതപ്പും തലയണയും ഒക്കെ കിട്ടിയപ്പോൾ കുശാലായിരുന്നു. തന്നോട് സംസാരിക്കാൻ എത്തുന്നവരോടൊക്കെ സൗഹൃദത്തോടെ തന്നെയായിരുന്നു ബോച്ച ഇടപെട്ടത് എന്ന് ജയിൽ അധികൃതർ പറയുന്നുണ്ട്. ഇതിനൊപ്പം പ്രത്യേക നിരീക്ഷണ സുരക്ഷയും ബോബി ചെമ്മണ്ണൂരിന് ഏർപ്പാടാക്കിയിരുന്നു. മറ്റു തടവുകാരുടെ ശല്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സൗകര്യങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. RP 8683 എന്ന നമ്പറാണ് ജയിലിൽ ബോച്ചയ്ക്ക് നൽകിയത്. റിമാൻഡ് തടവുകാരനായതിനാൽ ബോച്ചയ്ക്ക് പണികളൊന്നും നൽകിയിട്ടില്ല. എന്തായാലും രാവും പകലുമെല്ലാം ആള് സുഖവാസത്തിൽ അങ്ങ് കഴിയുകയായിരുന്നു. ഭക്ഷണവും വിശ്രമവും എല്ലാം. മാത്രമല്ല, പുറത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസുകാർ ജയിലിൽ കിടന്നതിനെ വീര സാഹസിക കഥകളൊക്കെ ഉണ്ടാക്കി PR വർക്കും തുടങ്ങിയിട്ടുണ്ട്. അതായത് അകത്ത് കിടന്നാലും ആശാൻ നല്ല ഉശിരൻ ലെവലിലാണ് എന്നൊക്കെയുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഫാൻസുകാർ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ജാമ്യം കിട്ടിയതോടുകൂടി തന്നെ വലിയ ആവേശത്തിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസുകാരുള്ളത്. ഇടയ്ക്കിടെ ബോബി ചെമ്മണ്ണൂരിന് ഡോക്ടർമാരെത്തി പരിശോധനയും ഒക്കെ നടത്തിയിരുന്നു. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തന്റെ കാലിന് പരിക്കുണ്ടെന്ന് ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. 10 പേർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള 5 പേർ കഴിഞ്ഞ് 6ാമനായിട്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയത്. അങ്ങനെ കാക്കനാട് ജയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മറ്റൊരു ഇടത്താവളമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ വലിയ ആവേശത്തിൽ തന്നെ ആയിരുന്നു ഇന്ന് തനിക്ക് ജാമ്യം കിട്ടും എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ ജാമ്യവും കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാഹുൽ ഈശ്വർ ഒന്നുകൂടെ ഒന്ന് ഇളകും. രാഹുൽ ഈശ്വർ ആയിരുന്നല്ലോ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദിച്ച് രംഗത്തേക്ക് വന്ന ഒരാൾ. കണ്ട ചാനൽ മുഴുവൻ വന്നിരുന്ന് മെഴുകി കരഞ്ഞ് രോദനം പ്രകടിപ്പിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. പക്ഷെ പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ബോബി ചെമ്മണ്ണൂരിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷെ പറയാനുള്ളത് മറ്റൊന്നാണ്. ഈ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം, ഫാൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവരെയാണ് സമൂഹം ഭയപ്പെടേണ്ടത്. നടി ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ മാറ്റി നിർത്തൂ. അതങ്ങനെ മാറ്റി നിർത്തേണ്ട ഒന്നുമല്ല. കാരണം അവരുടെ വസ്ത്രധാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അത് മാറ്റി നിർത്തൂ. അവരെ അംഗീകരിക്കാത്ത വലിയൊരു വിഭാഗമുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവർക്കതൊരു വിഷയമേ അല്ല. പറഞ്ഞു വരുന്നത്, ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വായിൽ എന്ത് തോന്നുന്നുവോ അത് എവിടെ വെച്ച് വേണമെങ്കിലും എത്ര വലിയ ആൾക്കൂട്ടം നിന്നാലും വിളിച്ചു പറയുന്ന, അതായത് സ്ത്രീകളെ ഒരു വേദിയിൽ കിട്ടിയാൽ അവിടെ മോശമായി സംസാരിക്കുന്ന ഒരു ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? കാരണം നാവിന് ലൈസൻസ് ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. ആരെക്കുറിച്ചും എന്തും പറയാം. ഈ പണത്തിൻ്റെ ഒരു കൊഴുപ്പ് വളരെ വലിയ രീതിയിലുള്ള ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകില്ലല്ലോ. കാരണം കൊച്ചുകുട്ടികളോട് പോലും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരു മനുഷ്യനെ പിന്തുണയ്ക്കുന്ന സമൂഹം നിങ്ങൾ എന്ത് മാതൃകയാണ് നൽകുന്നത്? പിന്നെ ഈ രാഹുൽ ഈശ്വർ കപട സദാചാരമാണ് രാഹുൽ ഈശ്വറിനുള്ളത്. കാരണം
കമിഴ്ന്നു വീണാൽ കാൽപ്പണം നക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഇതുപോലെയുള്ള നടന്മാരുടെയും അല്ലെങ്കിൽ വ്യവസായ പ്രമുഖരുടെയും ഒക്കെ കാല് നക്കിയിട്ടാണേലും കാശ് കിട്ടണം എന്നുള്ള ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്ന ഒരാളായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ രാഹുൽ ഈശ്വറിനെ. രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണ്? രാഹുൽ ഈശ്വർ ഭയങ്കര സദാചാരം വിളമ്പുന്ന ആളാണ്. എന്നിട്ടാണോ ഈ പറയുന്ന സദാചാരം വിളമ്പുന്ന രാഹുൽ ഈശ്വർ മലയാളി ഹൗസോ കേരള ഹൗസോ അങ്ങനെ ഒരു പരിപാടിയിൽ പോയി പങ്കെടുത്തിട്ട് അവിടെ ഒരു മഴയത്ത് ഒരു നടിയെ കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോഴും വൈറലാണ്. ഇപ്പോൾ അത് പലരും കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഈ തോന്നിവാസം കാണിച്ച ആളാണ് സദാചാരം വിളമ്പുന്നത്. ഈ രാഹുൽ ഈശ്വർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ഹണി റോസ് അവരെ കച്ചവടം ചെയ്തു എന്ന്. കേരളത്തിൻ്റെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്ത് അവർ അവരുടെ വസ്ത്രധാരണത്തിലൂടെ അവരെ വിൽക്കുകയാണ് ചെയ്തത്. അവർ കച്ചവടമാണ് നടത്തിയത് എന്ന് പറയുന്നു. ഈ പറയുന്ന രാഹുൽ ഈശ്വർ മലയാളി ഹൗസിൽ പോയി പങ്കെടുത്തത് വെറുതെ ഒന്നും അല്ലല്ലോ, കാശ് വാങ്ങാതെ ഒന്നും അല്ലല്ലോ. കാശിന് വേണ്ടി തന്നെയാണല്ലോ മലയാളി ഹൗസിൽ പോയി അമ്മാതിരി തോന്നിവാസങ്ങൾ നിങ്ങളും കാണിച്ചു കൂട്ടിയത്. അപ്പോൾ നിങ്ങളെയും വിൽക്കുക ആയിരുന്നില്ലേ രാഹുൽ ഈശ്വർ ചെയ്തത്? അപ്പോൾ ഈ നിങ്ങൾക്ക് ഒരാളെ കുറ്റം പറയണമെങ്കിൽ സ്വയം നന്നായിട്ട് വേണം മറ്റൊരാളെ കുറ്റം പറയാൻ. അല്ലാതെ കയ്യിലിരിപ്പ് മുഴുവൻ തോന്നിവാസവും എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാനും നടക്കുന്ന നിങ്ങളുടെ ഈ കപടതയുണ്ടല്ലോ, അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. എന്തായാലും ഇനിയിപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും പഠിച്ചതേ പാടൂ എന്ന് കേട്ടിട്ടില്ലേ? ചിലർ അങ്ങനെയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെയൊക്കെ കാര്യത്തിൽ കോടതി പറഞ്ഞൊരു പരാമർശമുണ്ട്, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്ന്. ഞാൻ ശ്രദ്ധിച്ചോളാം അംബാനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജാമ്യം വാങ്ങിച്ചെടുത്തത്. എന്തായാലും പഠിച്ചതേ പാടൂ എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് കരുതുന്നത് അത്ര വലിയ തെറ്റാണ്. കാരണം ഇവരെ ഒന്നും ഇവരുടെ തെറ്റുകൾ തിരുത്തുന്ന മനുഷ്യരല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.